ഫുട്ബോൾ ലോകം ഇന്നും മറക്കാത്തതാണ് 2002 ആ നാണക്കേട്. അന്ന് ഫ്രാൻസ് സെനഗലിനോട് തോറ്റത് 2-1. ഇത്തവണ ഫ്രഞ്ച് ടീം ഇറങ്ങുന്നത് ആഫ്രിക്കൻ കരുത്തരായ സെനഗലിന്റെ ചോര കുടിക്കാൻ തന്നെയാണ്. ഇത്തവണ കളി മാറും. കണക്കുകൾ തീർക്കാൻ സമയമായി. 3 ലോകോത്തര ടീമുകളുടെ ഇറക്കാൻ ശേഷിയുള്ള ഫ്രാൻസിന്റെ ബെഞ്ച് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുകൂടാതെ ലോകോത്തര അറ്റാക്കിംഗ് നിരയാണ് ഫ്രാൻസിനുള്ളത്. എംബപ്പെ ആയാലും ഉസ്മാൻ ഡെംബലി ആയാലും മൈക്കൽ ഒലീസി ആയാലും ഏതൊരു ടീമിനെയും തോൽപ്പിക്കാൻ കഴിവുള്ള ലോകോത്തര പ്ലേയേഴ്സ് തന്നെയാണ് രണ്ടാമത്തെ അവരുടെ ഏറ്റവും വലിയ ആയുധം. ഇതുകൂടാതെ സെനഗലിന്റെ ഏതൊരു അറ്റാക്കിനെയും തടുക്കാൻ ശേഷിയുള്ള വില്യം സാലിബ നയിക്കുന്ന ഫ്രഞ്ച് ഡിഫൻഡേഴ്സിന് വളരെ കൃത്യമായ പ്ലാനിംഗ് ആണ് ഇത്തവണയുള്ളത്. മധ്യനിരയിലെ തന്ത്രങ്ങളും അറ്റാക്കിംഗിലെ വേഗതയും കൊണ്ട് ഫ്രാൻസ് കളം നിറയും. സെനഗലിന്റെ പ്രത്യാക്രമണങ്ങളെ പ്രതിരോധിച്ച് വിങ്ങുകളിലൂടെയുള്ള കൗണ്ടർ അറ്റാക്കിംഗിലൂടെ ഫ്രാൻസ് ഗോൾ വേട്ട നടത്തും. ടെരങ്കയിലെ സിംഹങ്ങളെ വീഴ്ത്തി ഫ്രഞ്ച് പടയംഗം ഈ മാച്ച് സ്വന്തമാക്കും. എന്റെ സ്കോർ പ്രഡിക്ഷൻ ഫ്രാൻസ് 2 സെനഗൽ 1 എന്നാണ്. ഒരുപക്ഷെ കളി ഒന്നുകൂടെ സ്ട്രോങ് ആവുകയാണെങ്കിൽ 1-1 സമനില ആവാനും ചാൻസ് ഉണ്ട്. ടാക്ടിക്കൽ പോരാട്ടത്തിൽ ആരായിരിക്കും ജയിക്കുക? നിങ്ങളുടെ പ്രവചനങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് എഴുതി അറിയിക്കുക. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോ ബൈ.